മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 12-ാം അധ്യായം 21-ഉം 22-ഉം വാക്യങ്ങൾ. സെയിൻറ്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 12 വേഴ്സ് 21 and 22. രണ്ടാമൻ അവളെ സ്വീകരിച്ചു, അവനും സന്താനമില്ലാതെ മരിച്ചു. മൂന്നാമനും അങ്ങനെ തന്നെ സംഭവിച്ചു. ഇങ്ങനെ 7 പേരും സന്താനമില്ലാതെ മരിച്ചു. അവസാനം ആ സ്ത്രീയും മരിച്ചു. പുനർവിവാഹത്തെക്കുറിച്ച് ഈശോ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ശ്രവിച്ചത്. പലപ്പോഴും ജീവിത പങ്കാളി വേർപിരിഞ്ഞതിന് ശേഷം മറ്റൊരു വിവാഹത്തെപ്പറ്റി ചിന്തിക്കാത്തവരുണ്ട്. കുടുംബത്തോടുള്ള സ്നേഹത്തെ പ്രതി, മക്കളോടുള്ള സ്നേഹത്തെ പ്രതിയുമൊക്കെ വേണ്ട എന്ന് വെക്കുന്നവരുണ്ട്. അങ്ങനെയാണ് ഒരു കുടുംബത്തെ പരിചയപ്പെടാനിടയായത്. സ്ത്രീ പറയുകയാണ്, ഭർത്താവ് രോഗം ബാധിച്ച് മരിച്ചപ്പോൾ നീ ഒരു വിവാഹം കഴിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു തുണ വേണം എന്ന് പറഞ്ഞിരുന്നു. എങ്കിലും ഞാൻ കുഞ്ഞുങ്ങളെ ഓർത്ത് വിവാഹം കഴിച്ചില്ല. അവസാനം മക്കൾ തന്നെ എന്നോട് പറയുകയാണ്, അമ്മ ഒരു വിവാഹം കഴിക്കണം, ഞങ്ങൾക്കൊരു കൂട്ട് വേണം. അങ്ങനെ മക്കളുടെ പ്രേരണയോടെ ഞാൻ 2ാമത് വിവാഹം കഴിച്ചു. അപ്പോൾ ആ വിവാഹം സന്തോഷകരമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ആ ചെയ്തത് തെറ്റായി പോയോ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. ഒരുപക്ഷെ ഞാൻ എൻ്റെ മരിച്ചുപോയ ഭർത്താവിനെ സ്നേഹിക്കാഞ്ഞിട്ടാണോ, ഇങ്ങനെയുള്ള ചിന്താക്കുഴപ്പങ്ങൾ എൻ്റെ മനസ്സിനെ അലട്ടുന്നുണ്ട്. ഈശോ എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? ദൈവത്തിൻ്റെ പദ്ധതിയിൽ അത് ഒരു ഭാഗമാണെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ജീവിത പങ്കാളിയെ സ്വീകരിക്കുന്നത് തെറ്റല്ല. നിയമാനുസൃതം സഭയറിഞ്ഞ് ഒരു പുനർവിവാഹം സാധ്യമാണെങ്കിൽ അതിന് പരിശ്രമിക്കുന്നതിൽ തെറ്റില്ല. കാരണം നമ്മുടെ കുടുംബങ്ങൾ സംരക്ഷിതമായി മുന്നോട്ട് പോകുവാൻ അതാവശ്യമാവാം. പ്രാർത്ഥിച്ചൊരുങ്ങി ദൈവഹിതമാണ് എങ്കിൽ അങ്ങനെ ഒരു വിവാഹത്തിലേക്ക് ചിന്തിക്കുന്നത് ഒരിക്കലും തെറ്റല്ല എന്ന് മനസ്സിലാക്കുവാൻ, കുടുംബത്തിൻ്റെ സുരക്ഷിതത്വത്തിന് ആവശ്യമാണെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.